ആരാ? സിദ്ധു 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 ഇറ്റ്സ് നോട്ട്. ഡോണ്ട് ടച്ച് മീ. ഞാൻ കണ്ടതാ, ഈ കണ്ണുകൊണ്ട് കണ്ടതാ. വാട്ട് ഷുഡ് ഐ തിങ്ക്? അറിയാണ്ട് പറ്റിപ്പോയതാണ് സിദ്ധു. അതെ, ആ ബോക്സ് തുറന്നു തരൂ. മഞ്ഞ അത് ബിനു എന്റെ പഴയ കോളേജ് ഫ്രണ്ടാണ്. ഞാൻ അവനെ എയർപോർട്ടിൽ വെച്ച് കണ്ടപ്പോ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ അറിയാണ്ട് പറ്റിപ്പോയി. സിദ്ധു പ്ലീസ്, ഞാൻ മിണ്ടരുത്. കരയുന്നോ? നീയല്ല കരയേണ്ടത്, ഞാനാ കരയേണ്ടത്. എല്ലാം ചെയ്തതും പോരാ, വെറുതെ അതും ഇതാരാ? ഇതാരാന്ന്? ഇത് എനിക്കെല്ലാം മനസ്സിലായി. നിനക്കറിയായിരുന്നു ഞാനിവിടെ ഇല്ലാന്ന്. You knew the house is vacant and you bringing a freaking girl here? What I say? Oh, that one in gown. I knew you had a fetish to gown. How could you do this to me, Sidhu? Now I don't regret it. എനിക്ക് നിന്നോട് സോറി പറയണ്ട ഒരാവശ്യമില്ല. നീയും ഞാനും ഒരേ തെറ്റാ ചെയ്തേക്കുന്നത്. We are equal sinners. പ്ലാനിങ് ആയിരുന്നല്ലേ? ചേട്ടാ ഇങ്ങനെ കരയില്ലേട്ടാ? കരയാതെ പിന്നെ എന്ത് ചെയ്യാനാ? ചേട്ടൻ തന്നെയല്ല പറയാ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നമ്മള് നെക്സ്റ്റ് കാര്യങ്ങൾ ആലോചിക്കണമെന്ന്. അതൊക്കെ പറയാളിപ്പോ. ചേട്ടൻ കരയുന്ന കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കരഞ്ഞേട്ടാ പോട്ടെ. അല്ലേലും ഞാനെന്തിനാ കരയുന്നത്? ഞാൻ എന്താ തെറ്റായത്? ഇയാളെ ഹെൽപ്പ് ചെയ്തോ? ഞാൻ കരയേണ്ട കാര്യമില്ല. ഞാൻ കരയില്ല, ഞാൻ കരയാൻ പാടില്ല. മനസ്സിലായോ? ആ കര. ചേട്ടാ വിഷമിക്കില്ല ഏട്ടാ. എനിക്കെന്താ വിഷമം? എനിക്ക് വിഷമമൊന്നുമില്ല. ചൂടാവുന്ന എന്തിനാ? ഞാൻ ചൂടായൊന്നുമല്ല. ഇയാളെ കുറച്ചു നേരം ഒന്ന് മിണ്ടായിരിക്കാമോ? ലോകത്ത് വേറെ പെണ്ണുങ്ങളില്ലാത്ത പോലെ അവൾ ഇങ്ങോട്ട് വന്നാ അറിയാമോ? താൻ എന്ത് കണ്ടിട്ടാണോ എല്ലാം കൂടെ കെട്ടിപ്പറക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നള്ളിയ? പ്രേമം ഉണ്ട. എനിക്കിനി ഒരുത്തിയും വേണ്ട. അമ്മ സിദ്ധു, നീ ലേറ്റ് ആവോടാ? ഹലോ ഡാ, ഹലോ മോനെ. അമ്മ വരുന്നു. പിന്നെ
അമ്മ നേരത്തെ വിളിച്ചപ്പം ഞാൻ കുറച്ച് ടെൻഷനിലായിരുന്നു. അതാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് കേട്ടോ. എന്തു പറ്റിയടാ? എന്താ വല്ലാതിരിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല അമ്മ. അമ്മ ഭക്ഷണം കഴിച്ചാ? ഇല്ല, കുറച്ച് വെള്ളം കുടിച്ചു. വിശക്കുന്നില്ലടാ. നീ ഒന്ന് വേഗം വന്നാ മതി. ഇതാ വരുന്നു. ചേട്ടാ ഞാൻ തിരിച്ചു പോയിക്കോളാം. ചേട്ടൻ എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവിട്ടേക്ക്. ഞാനൊരു ഭാഗ്യമില്ലാത്ത പെണ്ണ. ജനിച്ചപ്പോൾ തൊട്ടേ അങ്ങനെ. ഞാൻ വന്നതിന് പിന്നെയല്ലേ ചേട്ടനീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ. തിരിച്ചു പോയിക്കോളാം. ഇയാൾക്ക് പോകുന്നതിന് മുമ്പ് ഡ്രസ്സ് മാറണ്ടേ? ഇല്ല ഏട്ടാ, കുഴപ്പമില്ല. എന്നെ ബസ് സ്റ്റാൻഡിൽ വിട്ടാൽ മതി. ഡോ, ഞാൻ എന്താ ഇയാളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചോണ്ടതെന്നറിയോ? അവൻ എന്താണ് സംഭവിച്ചെന്നറിയാൻ അവനെ അന്വേഷിച്ച് അവിടെ നിന്ന് ഇവിടം വരെ താൻ ഒറ്റയ്ക്ക് വന്നില്ലേ? അപ്പം തന്നെപ്പോലെ ഒരാളോട് അവൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് താൻ കണ്ടുപിടിക്കണം. എങ്കിലേ തനിക്കൊരു ക്ലോഷർ ഉണ്ടാവും. ഇല്ലെങ്കിലേ അതെപ്പോഴും ഇങ്ങനെ ഒരു പെയിനായിട്ട് തൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. അത് വേണ്ട. അതുകൊണ്ട് സിജിൻ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. താനോട് ചോദിച്ചില്ലേ ഞാനെന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തന്നു? റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിൽ തന്നെക്കാൾ അൺലക്കിയാടോ ഞാൻ. ഇതിനു മുമ്പ് ഒരുപാട് ബ്രേക്കപ്സ് ഉണ്ടായിരുന്നു. എപ്പോൾ ഒരുത്തേ കല്യാണം കഴിക്കാൻ ആലോചിക്കുന്നു അപ്പോൾ ബ്രേക്കപ്പ് ആവും. പിന്നെ കുറേ നേരം ഇരുന്ന് കരയും. അപ്പം ശരിയോ? ഇപ്പം അത് ശീലമായി. കല്യാണമൊന്നും വേണ്ടാന്ന് വിചാരിച്ചാ. പിന്നെ അമ്മയ്ക്ക് വയ്യ. അമ്മയുടെ കുറേ കാലത്തെ ആഗ്രഹം എന്നെ ഒന്ന് കല്യാണം കഴിച്ചതാണെന്ന്. അങ്ങനെ അമ്മ വഴിയാ ഐശ്വര്യൊക്കെ പരിചയപ്പെട്ടത്. ഇത്തവണ ഓക്കെയാന്ന് വിചാരിച്ചാന്നേ, അതിപ്പോ ഇങ്ങനായി. അമ്പലത്തിലെ മണിയല്ല, മേത്ത മണിയാ, ഇവിടുത്തെ ആൻസിസ്റ്റർ ക്ലോക്ക്. അല്ല ദൈവമൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല, ചിലപ്പോ ഉണ്ടെങ്കിലോ. ചേട്ടനോടും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആണല്ലേ, നന്നായി. അല്ല തനിക്ക് ഡ്രസ്സ് മാറണ്ടേ? ആ ഒരു മിനിറ്റ് പോരാ.